വയനാട് ദുരന്തം ലോകത്തിൻ്റെ തന്നെ മുമ്പിൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വലിയ ദുരന്തമാണ്. നമ്മുടെ രാജ്യത്തുനിന്ന് പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ഐക്യദാർഢ്യമാണ് കേരളത്തിലെ ദുരന്തബാധിതർക്ക് അനുകൂലമായി അന്നുണ്ടായത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് അന്ന് സഹായഹസ്തങ്ങൾ നമുക്ക് നേരെ നീണ്ടത്. കേരളം ഒറ്റക്കെട്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും കേരള ഗവൺമെൻറ് വളരെ അവധാനതയോടുകൂടി ഒരു ഏറ്റുമുട്ടൽ സ്വഭാവമില്ലാതെ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഇടപെടലാണ്, മാതൃകാപരമായ ഇടപെടലാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സഹായം നൽകില്ല എന്ന്, കൂടുതൽ കേന്ദ്ര സഹായങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. വയനാട് ദുരന്തബാധിതരെയും വയനാടിനെയും കൈയൊഴിയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ നിലപാട് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. നോക്കൂ, വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കാലയളവിൽ വ്യത്യസ്ത തോതിലുള്ള ദുരന്തങ്ങളുണ്ടായി. മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തത് 1492 കോടി രൂപയാണ്. ആന്ധ്രയ്ക്ക് 1032 കോടി, അസമിന് 716 കോടി, ബീഹാറിന് 655 കോടി. ഇങ്ങനെയാണ്. മഴക്കെടുതി ഉണ്ടായ ത്രിപുരയ്ക്ക് 40 കോടി രൂപയും പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് 3448 കോടി രൂപയുമാണ് നൽകിയത്. ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുൻകരുതലായി ബീഹാറിന് 11,500 കോടി നൽകി. എന്നിട്ടും കേരളത്തോട് കാണിക്കുന്ന ഈ ശത്രുതാപരമായ സമീപനം അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. BJPക്കും കേന്ദ്ര സർക്കാരിനും നമ്മുടെ നാടിനോട് അങ്ങേയറ്റത്തെ വിദ്വേഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ BJP ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചൊരു നരേഷൻ, കേന്ദ്രം നമ്മളെ സഹായിക്കാത്തതിന് കാരണം ഇവിടെ താമര വിരിയാത്തത് എന്നാണ്. കേന്ദ്രത്തിലേക്ക് BJPയിലെ ഒരാളെപ്പോലും ജയിപ്പിച്ചയക്കാതെ കേരളത്തിന് എങ്ങനെയാണ് പണം ചോദിക്കാൻ അർഹത എന്നൊക്കെയുള്ള നരേഷനാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രസരിപ്പിച്ചത്. താമര വിരിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ഒറ്റമൂലി അതാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ ഒറ്റമൂലി സംഭവിച്ചിരിക്കുകയാണല്ലോ. തൃശ്ശൂർ എടുത്തല്ലോ, അങ്ങ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞല്ലോ. കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്നും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP പോയല്ലോ. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? കഴിഞ്ഞകാല ദുരന്തങ്ങളുടെ സമയത്ത് നമുക്ക് സഹായം തരികയും പിന്നീട് തന്ന സഹായത്തിന് അണാപ്പൈ വ്യത്യാസമില്ലാതെ നമ്മളിൽ നിന്ന് പണം സ്വീകരിക്കുകയുമാണ്, ബില്ല് തന്ന് പൈസ വാങ്ങിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോഴും സഹായമേ ഇല്ല, ഒരു MPയെ കിട്ടിയ സമയത്ത് സഹായമേ ഇല്ല എന്ന കൂടുതൽ ദുരന്താവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ സഹായം തന്ന സഹായത്തിന് കണക്ക് പറയുകയാണ് ചെയ്തതെങ്കിൽ അരി തന്നു, എയർലിഫ്റ്റിംഗ് നടത്തി, അതിനെല്ലാം കാശ് വാങ്ങി മുൻകാല പ്രളയകാലത്ത്. ഇപ്പോൾ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞപ്പോൾ, താമര ചിഹ്നത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഒന്നുമേ പറ്റില്ല, സഹായം പോലും തരില്ല എന്ന മാനസികാവസ്ഥയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ DYFI തയ്യാറാകും. കേരളത്തിലെമ്പാടും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായ ശക്തമായ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ DYFI സന്നദ്ധമാകും. പാർലമെൻറ്റിനുള്ളിൽ 25-ന് നമ്മുടെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൽ പാർലമെൻറ്റിനുള്ളിൽ ശക്തമായി പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തൊരു വികാരാധീനരായി വളരെ വൈകാരികതയെല്ലാം ഉണർത്തി കേരളത്തെ ഞങ്ങൾ സഹായിക്കുമെന്ന് പാർലമെൻറ്റിനുള്ളിൽ അന്ന് പറയാൻ ആഭ്യന്തരമന്ത്രിയും ബാക്കി എല്ലാവരും മത്സരിക്കുകയായിരുന്നു.
പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രകടനാത്മകത ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനാത്മകതയായിരുന്നു. എത്ര കണ്ട് പ്രകടനപരമായി മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നുപോയത്. ആത്മാർത്ഥത തീരെ ഇല്ലായിരുന്നു എന്ന് തെളിയുകയാണ്. സ്വാഭാവികമായും ഇതിനെതിരെ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എംപിമാർ പാർലമെൻറ്റിനുള്ളിൽ ഈ പ്രശ്നം ഉന്നയിക്കും. സമാന മനസ്കരുമായി ഈ വിഷയത്തിൽ എല്ലാ പാർട്ടിയിലും പെട്ട സമാന മനസ്കരുമായി ഞങ്ങൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്താനും ഒക്കെ തയ്യാറാകും. ശക്തമായി ഈ പ്രശ്നം, കേരളത്തിലെ ഈ പ്രശ്നം രാജ്യത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി MP എന്ന നിലയിലും ഇടപെടും എന്നാണ് നിങ്ങളോട് എനിക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത്.